നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന പല ദുരിതങ്ങളുടെയും പല അസ്വസ്ഥതകളുടെയും പിന്നിൽ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന ചില പാപങ്ങളുണ്ടാകാം. ആ നിലവിളി ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, വർഷങ്ങൾ കഴിഞ്ഞാലും അടുത്ത തലമുറ വന്നാലും ഈ സ്വർഗത്തെ നോക്കിയുള്ള നിലവിളിക്ക് ഒരു പരിഹാരം ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും അത് സ്വാധീനിക്കും. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടും ഗൗരവപൂർവ്വം എടുക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, അത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങളാണ്. ഒന്നാമത്തത്, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? വെർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? കായൻ ചോദിക്കും, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? തീർച്ചയായിട്ടും നമ്മളൊക്കെ കാവൽക്കാരാണെന്ന് എസെക്കിയേൽ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളെ കുറിച്ച് എഴുതുമ്പോൾ, പൗരോഹിത്യ സമർപ്പണ ജീവിതത്തെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കാവൽക്കാരാണ്. മാതാപിതാക്കൾ മക്കളുടെ വിശുദ്ധ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ, ദൈവത്തോടുള്ള ബന്ധത്തിനൊക്കെ കാവൽക്കാരാണ്. കാവൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കാവൽ ഭടന്മാരുടെ ഉത്തരവാദിത്വമാണ് ശത്രു പ്രവേശിക്കാതിരിക്കുക എന്നുള്ളത്, അല്ലേ? ഒരു പട്ടണത്തിൽ ഒരുവൻ കാവൽ നിൽക്കുന്നപ്പോഴാ, ഒരു സെക്യൂരിറ്റിയെ നമ്മൾ നിർത്തുന്നപ്പോഴാ, ശത്രു പ്രവേശിക്കാതിരിക്കാൻ എന്ന് പറയുന്ന പോലെ ഒരു ഭവനത്തിന്റെ കാവൽക്കാരാണ് മാതാപിതാക്കൾ. ശത്രു ഭവനത്തിൽ പ്രവേശിക്കാതിരിക്കാൻ, ശത്രു മക്കളെ വിശ്വാസത്തിൽ നിന്നും, വിശുദ്ധിയിൽ നിന്നും, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ ശത്രു നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ടു പോകാതിരിക്കാൻ, മറ്റൊരു വാക്കിൽ കാവൽ നിൽക്കേണ്ടവരാണ്, കാവൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ. അപ്പോ കർത്താവിനോട് കായൻ പറയും, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? അപ്പൊ അതിനോട് ഉത്തരമായിട്ട് കർത്താവ് പറയുന്നതാണ്, എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്നും എന്നെ വിളിച്ച് കരയുന്നു. എന്റെ കൂടപ്പുറപ്പിന്റെ രക്തം ഉണ്ടല്ലോ, അത് എന്നെ വിളിച്ച് കരയുന്നു. അപ്പോ സ്വർഗത്ത് നോക്കി നിലവിളിക്കുന്ന ആദ്യത്തെ പാപം നിഷ്കളങ്ക രക്തം, അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ ആബേലിന്റെ രക്തം. ഇത് സ്വർഗത്തെ നോക്കി എന്നും നിലവിളിക്കുന്ന പാപം. ഹല്ലേലൂയ. സ്വർഗത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാണ്, നിന്റെ സഹോദരന്റെ രക്തം സ്വർഗത്തെ നോക്കി നിലവിളിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നും നമ്മുടെ ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ തലമുറകളിലോ എവിടെയെങ്കിലുമൊക്കെ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപം ഇന്നും ഉയർന്നു നിൽപ്പുണ്ടാവും. അതിന് പരിഹാരം ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. മാതാപിതാക്കളായിട്ട് ചെയ്താകാം, കുടുംബാംഗങ്ങളായിട്ട് ചെയ്താകാം, ഇപ്പൊ വസിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ വെച്ച് ഒരുപക്ഷെ ഈ നിഷ്കളങ്ക രക്തം ചിന്തിയതാകാം. അത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപമാണെന്ന് പറയുന്നത്. നിഷ്കളങ്ക രക്തം ഉണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് നിഷ്കളങ്ക രക്തം ചിന്തുന്നത്. ഒരു നിഷ്കളങ്കന്റെ രക്തം ചിന്തുന്നത് സ്വർഗത്തെ നോക്കിയുള്ള നിലവിളിയാണ്. ഹല്ലേലൂയ. ആ രക്തം എന്നെ നോക്കി നിലവിളിക്കുന്നു, സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് കൊലപാതകം ഒന്നും ചെയ്യാനും നമ്മൾ ആരും പോകുകയല്ല, അല്ലെ? നമ്മൾ ആരെയും കൊല്ലാനൊന്നും പോകുകയല്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഗൗരവമേറിയ വിഷയമാണ് ഗർഭചിത്രം പോലുള്ള പാപങ്ങൾ, അബോർഷൻ. അത് നിഷ്കളങ്ക രക്തമാണ്. അല്ല എന്ന് അങ്ങനെ പറയാൻ പറ്റും? പ്രതികരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒരാൾ കൊല്ലാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? റെഡി, കൊന്നോളം പറയോ? മാസിലൊക്കെ പിടിച്ചിട്ട് തട്ടിക്കൊള്ള ഒരു പറയോ, നമ്മൾ ഓടി രക്ഷപ്പെടാനേ നോക്കുള്ളൂ, അല്ലെങ്കിൽ പ്രതിരോധിക്കും. നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ടാണ് വരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ പ്രതിരോധിക്കും, അല്ലേ? നമ്മൾ ഇച്ചിരി ബ്ലാക്ക് ബെൽറ്റും കരാട്ടയും കൂടെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വരുന്നവരെ 2 തല്ലടി എക്സ്ട്രാ കൂടുതൽ കിട്ടാൻ വഴിയുണ്ട്. നമ്മൾ പ്രതിരോധിക്കും. എന്നാൽ ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞ്, ഒരു ജീവൻ നമ്മുടെ ഉദരത്തിൽ വളരുമ്പോൾ അതിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊന്നു കളയുമ്പോൾ അത് നിഷ്കളങ്ക രക്തമാണ്. പ്രതികരിക്കാൻ പറ്റുന്നില്ല. ആകെ പ്രതികരിക്കാൻ പറ്റുന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഓടാനേ പറ്റുള്ളൂ. എന്നാലും നമ്മൾ അതിൻ്റെ കഴുത്തും കാലും എല്ലാം ശിരസും ഒക്കെ ഉദരത്തിൽ വെച്ച് തന്നെ വെട്ടി നുറുക്കി പാഴ്സലായിട്ട് പീസായിട്ട് നമ്മൾ പുറത്തെടുക്കും. ഒരു ജീവന.
ഈ രക്തം ഉണ്ടല്ലോ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു എന്നാ വചനം പറയുന്നത്. ചില കുടുംബത്തിലെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ ഒരു കാരണം എവിടെയൊക്കെയോ ചില നിഷ്കളങ്ക രക്തം ചിന്തപ്പെട്ടിട്ട് ഇന്നും അതിന് പരിഹാരം ചെയ്യാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് വളരെ ലാഘവത്തോടെ കാണാം. അതിന് പല ന്യായീകരണങ്ങളും നമുക്ക് പറയാം. ഒത്തിരി ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കൗൺസിലിംഗ് മുറികളിലൊക്കെ ഇരിക്കുമ്പോൾ ഈ വിഷയത്തെ പ്രതി ഒത്തിരി ന്യായീകരണങ്ങൾ കേട്ടിട്ടുണ്ട്. ചിലതുകൊണ്ട് അച്ഛാ അത് പെട്ടെന്ന് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കുഞ്ഞുണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചുണ്ടായതല്ല. പെട്ടെന്ന് അങ്ങനെ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി 2 കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഉണ്ടായില്ല, നമുക്ക് ഇതിനങ്ങോട്ട് കളഞ്ഞേക്കാം. ഭാര്യ നോക്കിയപ്പോൾ ശരിയാണ്, വെറുതെ ഇതിനെ ഈ 9 മാസം വലിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്തോ ഇത് ഭാര്യ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾക്ക് 2 കൂടി തീരുമാനം എടുത്ത് കളഞ്ഞേക്കാം. അവർ പോയതാ അതിനെ അബോർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വല്ലാത്ത മാനസിക അസ്വസ്ഥതയും ഒരു കുറ്റബോധവും ഈ സഹോദരിയെ വേട്ടയാടാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ 2 പേരുടെ കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പാപത്തിന്റെ ഒരു സ്വഭാവമാണ് പാപം നമ്മെ വേട്ടയാടും. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പോ കൊലപാതകം പോലെയുള്ള പാപങ്ങൾ, നിഷ്കളങ്ക രക്തം ചിന്തിയിട്ടുള്ള പാപങ്ങൾ, സ്വർഗത്തെ നോക്കി ആ നിലവിളി ഉയർന്നിരിക്കുന്നിടത്തോളം കാലം ആ പാപം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവിടെ നമുക്കിതിനെ വളരെ നിസ്സാരമായിട്ട് ലാഘവത്തോടെ ഒന്നും കാണാൻ പറ്റില്ല. തമ്പുരാന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായും വിട്ടുകൊടുത്ത് കർത്താവിന്റെ കരുണ സ്വന്തമാക്കുകയും പാപത്തിന് പരിഹാരം ചെയ്യുകയും ചെയ്യേണ്ട പാപമാണ് സ്വർഗത്തിനെതിരെ നിൽക്കുന്ന നിലവിളി എന്ന് പറയുന്നത്. ഒരു സഹോദരി ഇവിടെ വന്നതാണ്, ഞാനിപ്പോൾ ഓർക്കുകയാണ്. അവര് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടു, എല്ലാം ഓക്കെ. ഏതാനും വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് അവർക്ക് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായത്. ഇപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയായപ്പോൾ ഈ സഹോദരി ഏകദേശം 1.5-2 മാസം ക്യാരിയിങ് ആണ്. അപ്പൊ അവിടെ ഈ വിദേശ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ നിബന്ധനകളുണ്ട്. അതിനകത്ത് ഒരു നിബന്ധന എന്ന് പറയുന്നത് 2 വർഷത്തേക്ക് എങ്ങാണ്ടും പ്രഗ്നന്റ് ആകാൻ പാടില്ല. കാരണം അതിനിടയ്ക്ക് പിന്നെ ലീവ് എടുത്ത് കയറുമ്പോൾ തന്നെ പിന്നെ ലീവ് എടുക്കുന്ന അവസരം കൊണ്ട് അവർ അങ്ങനെ അതിനകത്ത് ഒരു നിബന്ധന വെച്ചിരിക്കുന്ന. ഈ ജോലിക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ അവസാനമായിട്ട് അവർക്ക് തുറന്നു കിട്ടിയ ഒരു ജോലി സാധ്യതയാണ്. അവിടെ ലൈഫ് വിദൂര ഭാവിയിൽ ജീവിതം സെറ്റിൽ ചെയ്യാനുള്ള സകല സാധ്യതകൾ അതിലൂടെ ഉണ്ട്. ഭാര്യയും ഭർത്താവും കൂടിയും ആലോചിച്ചു, അവിടെ മാതാപിതാക്കളോട് ആലോചിച്ചു. സ്വാഭാവികമായിട്ട് അതാണല്ലോ ചെയ്യുന്നത്. ഇവർ 2 പേരോട് അവിടെ 2 പേരുടെ മാതാപിതാക്കളോട് ചോദിച്ചു. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടിയതല്ലേ, കുറേ നാളൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഒരു സെറ്റിൽ ആകാൻ പറ്റുന്ന കേസല്ലേ, അതങ്ങോട്ട് ചെയ്യേ. കുഞ്ഞുങ്ങളെ പിന്നീടാണെങ്കിലും പിള്ളേരെ നമുക്ക് നാളെ ആണെങ്കിലും ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്ത് ഒരു മാതാപിതാക്കൾ കൊടുത്ത ആ ഒരു ആലോചനയുടെ ആത്മീയ വളർച്ചയില്ലാത്ത, ദൈവിക ജ്ഞാനമില്ലാത്ത, ദൈവവചനത്തോട് ബന്ധമില്ലാത്ത അപ്പനും അമ്മയും കൊടുത്ത ആലോചനയുടെ മീതെ ഈ 2 പേരും കൂടിയും ആ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊന്നു കളഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയ ജോലി സാധ്യതയുമായിട്ട് പോയി. അങ്ങനെ വിദേശത്ത് നിന്നു അവർ ലൈഫ് ഏകദേശം സെറ്റിലായി. ഒരു കുഞ്ഞിനെ 2 കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി. അതിനകത്തൊരു കുഞ്ഞിന് ഇച്ചിരി മാനസിക അസ്വസ്ഥതയും ഇങ്ങനെ നമ്മളറിയില്ലേ ശാരീരികമായ വളർച്ച കുറയും ഒരു കുഞ്ഞിന്. ഇതുമായി ബന്ധപ്പെട്ട് വല്ലാത്ത വിഷമവും പ്രതിസന്ധിയിലൂടെയൊക്കെ അവര് കടന്നുപോയ നാളുകളില് അവധിക്കാലത്ത് നാട്ടിൽ വന്നപ്പോഴാണ് ഇവര് കാരിസ്മോനിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്, സംസാരിക്കാൻ വരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ കൗൺസിലർ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, അല്ല കൗൺസിലർ ഇടപെടല്ലോ, നിങ്ങൾ കൗൺസിലിംഗ് നടത്തിയിട്ടോ, ഞാനപ്പോൾ ഈ ഫാമിലിയെ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അവർ 2 പേരുടെ കൗൺസിലിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങളോട് ക്ഷമിക്കണം. എന്നാ പ്രാർത്ഥിക്കാൻ ചെന്ന് കൗൺസിലിങ്ങിന് ചെന്നിരുന്നപ്പോൾ ആദ്യം കൗൺസിലർ ചോദിച്ച ചോദ്യം എന്നാണെന്നറിയും. കുഞ്ഞിന്റെ കാര്യമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ആദ്യം ചോദിച്ചത് നിങ്ങൾ അബോർഷൻ നടത്തിയിട്ടുണ്ടോ എന്നാണ്. ഞങ്ങളുടെ ചങ്കിനടി കിട്ടിയ പോലെ ആയിരുന്നു പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും പറയാതെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കൗൺസിലർ ആദ്യം ചോദിച്ചത് ഒരു അബോർഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം എന്താ, ഒരു രക്തപാപം സ്വർഗത്തിനെതിരെ ഒരു നിലവിളി ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ കൗൺസിലർ ചോദിച്ചു, നിങ്ങളുടെ ഒരു അബോർഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അവർക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട, അതായത് ഈ കൊലക്കളത്തിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങളാണ് ബാക്കി 2 പേരും. ഒരു അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കൊലക്കളത്തിലേക്ക് ഈ 2 കുഞ്ഞുങ്ങളും ജനിച്ചു വീണത് ഈ കൊലക്കളത്തിലേക്കാണ്, അല്ലാതെ വിശുദ്ധമായ, നിഷ്കളങ്കമായ, പരിശുദ്ധമായ ഗർഭപാത്രത്തിലേക്കല്ല, കൊലക്കളത്തിലേക്കാണ്.
ഇന്നലകളിൽ കൊല നടന്ന ഇടമാണത്. നമ്മുടെ ചില ഭവനങ്ങളിൽ നിന്നൊക്കെ തിന്മ വിട്ടുപോകാത്തതിന്റെ കാരണം അന്വേഷിച്ചു പോവും. ചില കുടുംബങ്ങളിൽ ചില വീട്ടിൽ താമസിക്കാൻ തുടങ്ങി സ്വസ്ഥത ഇല്ലച്ചാ, ഈ കുടുംബത്തിൽ വന്ന് കയറിയിട്ട് സമാധാനമില്ല, സ്വസ്ഥതയില്ല. പഴയ വീട്ടിലായിരുന്നപ്പോൾ കുഴപ്പമില്ല, ഞങ്ങളിപ്പോൾ കാശ് കൊടുത്ത് വലിയൊരു വീടൊക്കെ മേടിച്ചു, പക്ഷേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് വല്ലാത്ത അസ്വസ്ഥ, വല്ലാത്ത ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞ് ചിലർ വരും. അപ്പൊ അതിൽ ചില വിഷയങ്ങളിൽ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലകളിൽ ആ ഭവനത്തിൽ, ആ വസിക്കുന്നിടത്തിൽ എവിടെയെങ്കിലും സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപം അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ആര് വസിച്ചാലും ആ മണ്ണിൽ നിന്നും, കായനോട് പറഞ്ഞ എന്നാന്നറിയാവോ, ഇതാ നിന്റെ സഹോദരന്റെ രക്തം വീണ മണ്ണ് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു എന്നാ പറഞ്ഞത്. രക്തം വീണ മണ്ണിൽ നിന്നും രക്തം നിലവിളിച്ചുകൊണ്ടിരിക്കുക, ആ മണ്ണിൽ നിന്നും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വസിക്കുന്ന ഭവനം, അതിന്റെ അന്തരീക്ഷം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമില്ലാത്ത, സമാധാനത്തിന്റെ അന്തരീക്ഷമില്ലാത്ത, സ്വസ്ഥത ഇല്ലാത്ത കുടുംബത്തിന് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും വീട്ടിൽ അടിയും ബഹളവും, ഒച്ചപ്പാടും ബഹളവും, മുഴുവൻ സമയം ഈ TV ഓണാക്കി, സായാഹ്നത്തിൽ സന്ധ്യാപ്രാർത്ഥന സമയത്ത് അന്തിച്ചർച്ചയും കണ്ട് വീട്ടിലിരുന്ന് പാട്ടും മ്യൂസിക്കും ഇതൊക്കെ തന്നെയായിട്ടിരിക്കുന്ന ഒരു ഭവനത്തിൽ അവിടെ ഇരുന്ന് എങ്ങനെ നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും? നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അപ്പോൾ ഒരു ഭവനത്തിന്റെ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉദരം, ഒരു ജീവന് ജന്മം കൊടുക്കാൻ തക്ക വിധത്തിൽ ദൈവം തന്ന ഉദരം, ഗർഭപാത്രം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിശുദ്ധിയുള്ള തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ കർത്താവ് തന്നതാ. സ്വർഗത്തിനായി തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സ്വർഗം തന്നതാ. അതിനെ മലിനമാക്കരുത്. മലിനമാക്കി കഴിഞ്ഞാൽ, അത് വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഈ മാലിന്യം പേർന്നിടത്തേക്കാണ് അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവ പ്രമാണങ്ങളെ മാനുഷിക നിയമങ്ങൾക്കും ഉപരി നമ്മൾ വെക്കരുത്. മനുഷ്യന്റെ തീരുമാനങ്ങൾ, മനുഷ്യന്റെ ആലോചനകൾ, മനുഷ്യന് കിട്ടാവുന്ന വിദൂര ഭാവിയിൽ നാം കാണുന്ന ലൗകിക സൗകര്യങ്ങൾക്കും മീതെയാകരുത് ദൈവപ്രമാണം, അല്ലെങ്കിൽ ദൈവപ്രമാണങ്ങൾ അതിന് മീതെയായിരിക്കണം. ഇതെങ്ങനെയെന്നറിയോ? അത് കുഴപ്പമില്ല. നമുക്കെല്ലാം സെറ്റിലാകാൻ പറ്റുമെങ്കിൽ, നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഭദ്രത ഉണ്ടാവുമെങ്കിൽ, എന്നാ പിന്നെ ഒരു കുഞ്ഞിനെ കളഞ്ഞെന്ന് വെച്ചപ്പോ എന്നാ കുഴപ്പം? ഞാനോർക്കാണ്, ഈ കൊറോണ കാലത്ത് ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കോൾ എനിക്ക് വരുമായിരുന്നു കാനഡയിൽ നിന്ന്. വരുന്ന കോളിന്റെ ഇത് വിഷയം ഇതാണ്. കുറച്ച് നാളുകൾ, ഏതാനും മാസങ്ങൾ ആ സഹോദരി കടന്നുപോയൊരവസ്ഥയാണ്. നേഴ്സാണ്, കാനഡയിൽ നഴ്സിംഗ് ജോലിയാണ്. കൊറോണ കാലത്തും നഴ്സിംഗ് പരിപാടികളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു, നമുക്കറിയാലോ. അപ്പോ ആ ദിവസങ്ങളിൽ ഈ സഹോദരി പരിപാലിച്ചുകൊണ്ടിരുന്നത് 15 വയസ്സ്, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെയാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നോക്കിക്കൊണ്ടിരുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് വല്ലാത്ത മാനസിക അസ്വസ്ഥതയും വിഭ്രാന്തിയൊക്കെ കാണിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോക്ക് നിർത്തി വീട്ടിലിരിക്കാൻ തുടങ്ങി. വീട്ടിലിരിക്കുന്നു പറഞ്ഞാൽ അടച്ചിട്ട വീടുമുറിയിൽ ഇരിക്കുന്നു. വേറെ 2 പിള്ളേരും കൂടിയൊക്കെ ഉള്ളതാണ്. ആരോടും സംസാരിക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, ബാക്കി പിള്ളേരുടെ കാര്യം നോക്കുന്നില്ല, വീട്ടിൽ ഭക്ഷണമില്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് ഡിപ്രസ്ഡ് ആയി ഈ സഹോദരി, അല്ലാതെ ഡിപ്രസ്ഡ് ആയി പോയി. അപ്പോൾ ഭർത്താവാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ, എൻ്റെ ഭാര്യ വല്ലാതെ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ കാരണം ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? വാട്ട് ഈസ് ദ റീസൺ? റീസൺ ഇതാണ്, ഞങ്ങൾ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു അബോർഷൻ നടത്തിയിട്ടുണ്ട്. ജീവിതം സെറ്റിൽ ചെയ്യുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിഷയങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പിൽക്കാലത്ത് മനസ്സിലായി. ഞങ്ങളത് ക്ഷമിച്ചും മാപ്പ് പറഞ്ഞൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ അവൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പയ്യനെയാണ്. 15 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ മകളുടെ മനസ്സിൽ കൂടി പോകാൻ തുടങ്ങിയ ഒരു ചിന്തയാണ്, ഞാനന്ന് അബോർഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പ്രായത്തിലുള്ളൊരു കുഞ്ഞ് എനിക്കുണ്ടാകുമായിരുന്നു. ഞാനന്ന് ദൈവം ദാനമായി തന്നൊരു കുഞ്ഞിനെ ഉദരത്ത് വെച്ച് കൊന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രായത്തിലുള്ളൊരു കുഞ്ഞ് എനിക്കുണ്ടാകുമായിരുന്നു. ഈ ചിന്ത മനസ്സിലേക്ക് വന്നിട്ട് തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞതാണെങ്കിൽ പോലും ശത്രു മനസ്സിലേക്ക് ഒരു കുറ്റബോധം വിതച്ചു. കുറ്റബോധം, പാപബോധമാണെങ്കിൽ അത് നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കുള്ളൂ. കുറ്റബോധമാണെങ്കിൽ പൈശാചികമായ ചിന്ത അതിന്റെ ചുറ്റിപ്പറ്റി വരും. ചില നിരാശയിലേക്ക് പോകാം, കംപ്ലീറ്റ് ഡിപ്രസീവ് ആകാം, സ്വയം കുറ്റപ്പെടുത്താം. എന്നാൽ ഞാനങ്ങനെ ചെയ്തില്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കുമ്പസാരിച്ചതാണോ? ഫോണിലൂടെ പറഞ്ഞു, അച്ഛാ ഞങ്ങളിത് നേരത്തെ ഇങ്ങനെ തെറ്റ് മനസ്സിലാക്കി ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കുമ്പസാരിച്ചതാണ്. കുമ്പസാരിച്ചാണെങ്കിൽ കർത്താവ് ക്ഷമിച്ചതാണല്ലോ. ക്ഷമിച്ച വിഷയത്തെ ഓർത്ത് വീണ്ടും നിങ്ങൾ എന്തിനാണ് കർത്താവ് ക്ഷമിച്ച ഒരു വിഷയത്തെ വീണ്ടും എടുത്ത് നിങ്ങൾ എന്തിനാ നിങ്ങളെ കുറ്റപ്പെടുത്തണം? കർത്താവിന്റെ കരുണ അനുഭവിച്ചൊരു വിഷയത്തിൽ നമ്മൾ വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കാഞ്ഞിട്ടല്ല, കർത്താവ് ക്ഷമിച്ചു എന്ന് നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കാതെ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ്.
അവിടെയാണ് ശത്രു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ കാരുണ്യത്തിന് പരിമിതി കൽപ്പിക്കുന്നത് ശത്രുവിന്റെ തീരുമാനമാണ്. നമ്മൾ എത്ര കൊടിയ പാപം ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും, കർത്താവിന്റെ കാരുണ്യത്തിന് വീണ്ടെടുക്കാനാകാത്ത വിധം നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പോ കർത്താവിന്റെ കാരുണ്യത്തെ പരിമിതമായി കാണുന്നതും, കർത്താവിന്റെ കാരുണ്യത്തിന് നമ്മെ പൂർണ്ണമായി വീണ്ടെടുക്കാൻ പറ്റില്ല എന്നുള്ള ആലോചന നമ്മുടെ മനസ്സിൽ തരുന്നത് ആ സ്വരം, പിശാചിന്റെ ഈ സ്വരം കയറി കഴിയുമ്പോഴാണ്, അയ്യോ ഞാനങ്ങനെ ചെയ്തില്ലേ, എന്നാലും ഞാനങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്ത് വലിയ പാപം ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി സഹോദരി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് താൽക്കാലികമായിട്ട് ലീവൊക്കെ എടുത്തു വീട്ടിലിരിക്കാൻ തുടങ്ങി. വീട്ടിലിരുന്നിട്ടും ഈ ചിന്ത മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി, വേട്ടയാടാൻ തുടങ്ങി. അത് കുറ്റബോധ നിരാശയായിട്ട് മാറി. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞു, പുള്ളിക്കാരത്തി ഞാൻ പ്രത്യേകിച്ചും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് കിട്ടുന്ന സൈക്കാട്രി കാണിക്കാൻ പറ്റുന്ന ആരെങ്കിലും കാണിച്ചിട്ട്, ഞാൻ പറഞ്ഞു ഡിപ്രഷന് മരുന്ന് കിട്ടും, നല്ല മരുന്ന് കിട്ടും, അത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഈ സ്പിരിച്വൽ അറ്റാക്കും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഫോൺ സഹോദരി ചവിട്ടിൽ വെച്ച് ഭർത്താവ് കൊടുത്തു. ഞാൻ ആ മകളിൽ പ്രവർത്തിക്കുന്ന കുറ്റബോധത്തിന്റെ ദുരാത്മാവിനെ, ആ പാപത്തിന്റെ വേട്ടയാടുന്ന സ്വഭാവം ഉണ്ടല്ലോ, ആ വിഷയത്തിൽ നിൽക്കുന്ന അസ്വസ്ഥത, കർത്താവിന്റെ കരുണ പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ആ മകളുടെ മനസ്സിനെ അന്ധമാക്കിയിരുന്ന തിന്മ, ആ മേഖലയിൽ ഡെലിവറൻസ് പ്രയർ നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ആ സഹോദരി ഓക്കെ ആയിരുന്നു, പഴയ പോലെയൊക്കെ ആയി കാര്യങ്ങളൊക്കെ. പക്ഷെ വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഴയ വയസ്സിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഒരു കുമ്പസാരം നടത്താൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകണം. ഒരു കുമ്പസാരം നടത്തണം. കാരണം നമുക്കിപ്പോൾ ഒരു ഡെലിവറൻസ് പ്രയർ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ സഹോദരി ഒന്നും കൂടി ആ കുറ്റബോധം മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ പാപം ഒന്നും കൂടി ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ കരുണ പൂർണ്ണമായും അംഗീകരിച്ച് ഏറ്റെടുത്താൽ മാത്രമേ ആ തിന്മയിൽ നിന്നും പുറത്തു വരുള്ളൂ. അല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പാപത്തിന്റെ സ്വഭാവം അതാ. ഇന്നല്ലെങ്കിൽ നാളെ പാപം വേട്ടയാടും. ചിലപ്പോൾ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഈ പാപം തലപൊക്കാൻ തുടങ്ങുന്നത്. എത്രയോ പേര് നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് മരണക്കിടക്കെ കിടക്കുന്ന ആൾക്കാരെ കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാം. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇന്നലകളിൽ കടന്നുപോയ ചെയ്ത പാപം വേട്ടയാടുന്ന ചില ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് അവസാന നിമിഷം വല്ലാതെ പരിഭ്രാന്തരാകാൻ തുടങ്ങും, വല്ലാതെ അസ്വസ്ഥരാകാൻ തുടങ്ങും. കാരണം മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുക. ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല, പ്രത്യാശിക്കാനൊന്നുമില്ല. ഹോസ്പിറ്റലിൽ കിടക്കുക, ICUയുടെ നടുവ് കിടക്കുക, വെന്റിലേറ്ററിൽ കിടക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഇങ്ങനെ ആലോചിച്ച് വരുന്ന ചോദ്യമല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് ആ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് അടുത്തത്? മരിക്കാൻ പോവാ, ഇനി എന്താണ് മരണാനന്തരം എന്താണ്? അല്ലെ ചില മാരക രോഗം വരുമ്പോ, ചില ചികിത്സിച്ച് സൗഖ്യം കിട്ടാത്ത ചില രോഗങ്ങളുടെയൊക്കെ അവസ്ഥകളിൽ വരുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. നിരാശയിലേക്കും സ്വയം പഠിച്ചും ദൈവത്തെ പഠിച്ചും പരാതി പറഞ്ഞും പെറുപെറുത്തൊക്കെ അവസാന നാളുകൾ തള്ളി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അതിന് കാരണം എന്നറിയാവോ? വാട്ട് ഈസ് നെക്സ്റ്റ്? മരണം മുന്നിൽ കാണുക, മരണം നിഴൽ വിരിച്ച അനുഭവത്തെ മുന്നിൽ കാണുക. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലൊരു ചോദ്യം വരും, എന്ത് സംഭവിക്കും? എന്താ ഇത് സംഭവിക്കാൻ പോകുന്നത്? ഇന്നലകളിൽ ചെയ്ത പാപം നമ്മുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ ഒരു ഭയം ജനിപ്പിക്കും നമ്മളിൽ. പാപത്തിന്റെ ഒരു പ്രത്യേകതയാണ്, പാപം വൈകാരിക മനുഷ്യനെ മുറിപ്പെടുത്തും, വ്രണപ്പെടുത്തും. പാപം നമ്മളിൽ ഭയപ്പെടുത്തും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ പാപം കഴിഞ്ഞ് കർത്താവ് ചോദിക്കും, ആദം നീ എവിടെയാണ്? അതിനുത്തരം ആദം പറയുന്നതെന്നറിയാവോ? ഉൽപ്പത്തി 3:9 ആദം പറയും, ഞങ്ങൾ പാപം ചെയ്തതിനാൽ ഞങ്ങൾ ഭയന്ന് ഒളിച്ചതാണ്. ഭയം ഒളിച്ചതാന്ന് പറയുന്നത്. ഈ ഭയം എവിടെ നിന്നാ വന്നേ? പാപം ചെയ്തപ്പോൾ വൈകാരിക മനുഷ്യന് മുറിവേറ്റു. അതുകൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഭയം അവർ ജനിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഭയം ഒളിച്ചതാന്ന് പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ട് ഈ ഇന്നലകളിൽ ചെയ്തിട്ടുള്ള പാപം കർത്താവിന്റെ കരുണ സ്വീകരിച്ചിട്ടില്ലാത്ത, മറ്റൊരു വാക്യം പറഞ്ഞാൽ ഏറ്റുപറയപ്പെട്ടിട്ടില്ലാത്ത പാപം മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ തലപൊക്കാൻ തുടങ്ങും. പാപം നമ്മളിൽ ഭയം ജനിപ്പിക്കും, വല്ലാത്ത ഭയം ജനിപ്പിക്കും. വല്ലാത്ത വിഭ്രാന്തിയിലേക്ക്, ഭയത്തിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, നിരാശകളിലേക്കൊക്കെ ഈ ഭയം നമ്മളെ തള്ളിയിടും. അതില്ലാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് പാപരഹിത ജീവിതം നയിക്കണമെന്ന്. ഹല്ലേലൂയ. കാരണം നമ്മുടെ എല്ലാ മനുഷ്യ മനസ്സുകളും ഉള്ളിൽ ഉയരുന്നൊരു ചോദ്യമാണ്, മരണത്തിന് ശേഷം, മരണാനന്തരം എന്ത്? ഈശോ മാത്രമേ നമുക്ക് അതിന് കൃത്യമായ ഉത്തരം തന്നിട്ടുള്ളൂ. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും
മരണത്തിന് ശേഷം ഒരു നിത്യജീവൻ ഉണ്ടെന്ന് ഈശോ മാത്രമേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. സ്വന്തം ജീവിതം കൊണ്ട് ഈശോ മാത്രമേ അത് കാണിച്ചു തന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. പലതും പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും യേശുവിലുള്ള വിശ്വാസം നമുക്ക് തരുന്ന ഒരു ധൈര്യം എന്നാണെന്നറിയോ? മരണാനന്തര ജീവിതം ഉണ്ടെന്നും യേശു ഉദ്ധാനം ചെയ്തത് കൊണ്ട് നമ്മൾ ഉദ്ധാനം ചെയ്യുന്നുള്ള ഒരു വിശ്വാസം നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്. അപ്പോ മരണം നിഴൽ വിരിച്ച അനുഭവങ്ങളിൽ പൗലോസിനെ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ മരണം മുന്നിൽ കണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തിനാ ദൈവം ഇങ്ങനെ അനുവദിച്ചേ? എന്തിനാണ് ദൈവം എന്നെ ICUയുടെ നടുവിലും വെന്റിലേറ്ററിന്റെ നടുവിലും കടന്നു പോകാൻ അനുവദിച്ചേ? എന്തിനാണ് ദൈവം എന്നെ മരണത്തെ അഭിമുഖീകരിക്കുന്ന മുഖാമുഖം കാണുന്ന ചില അനുഭവങ്ങളിലൂടെ ദൈവം എന്തിന് എന്നെ നടത്തി എന്ന് പൗലോസിനെ പോലും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ അധ്യായം എടുത്ത് കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം, രണ്ടാമത്തെ ലേഖനം, ഒന്നാമത്തെ അധ്യായം, 2 Corinthians chapter 1. 8 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാമോ? കൊരിന്തോസ്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, 2 Corinthians chapter 1 verse 8. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏഷ്യയിൽ വെച്ച് അത്ര കഠിനമായ ആ സുവിശേഷ വേലയും ബന്ധപ്പെട്ട് കടന്നുപോയ അത്ര കഠിനമായ വേദനയിലൂടെ, അത്ര കഠിനമായ സഹനത്തിലൂടെ ഒക്കെ പൗലോസിനെ കടന്നുപോയി. എന്നിട്ട് പറയാണ്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മരണഭയം പോലും ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയി. മരിക്കുമെന്നുള്ള പേടി, ആലോചിക്കുക, മരിക്കുമെന്നുള്ളൊരു ഭയം, ഈ ഭയമുണ്ടാകുന്ന രീതിയിൽ അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പോലും ഞങ്ങൾക്ക് തോന്നി. ആലോചിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയ പൗലോസിന്റെ സ്ഥാനത്ത് നിന്ന്. ഏഷ്യയിലെ സുവിശേഷ പ്രഘോഷമായിട്ട് നടന്നപ്പോണ്ടായ പീഡനത്തെ കുറിച്ചാണ് പറയുന്നത്, ക്ലേശങ്ങളും വേദനകളെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ മരിക്കുമെന്ന് പോലും ഞങ്ങൾ പേടിച്ചു. മരണഭയം ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, മാത്രമല്ല മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ, അതായത് എന്തിനാണ് ദൈവം ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചത് എന്നുള്ളതിന് പൗലോസ്ലീഹ ഉത്തരം തരികയാണ്. ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മരണതുല്യമായ അനുഭവത്തിലൂടെ ദൈവം ഞങ്ങളെ നടത്തിയത്. ഹല്ലേലൂയ. നമ്മളെല്ലാം കടന്നു പോകുന്നല്ലെങ്കിൽ നാളെ ഈ അനുഭവത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോകും, ഒരു സംശയമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ മരണഭയം വേട്ടയാടുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ മനസ്സിൽ കുറിച്ചിട്ടോളം, എന്തിനാണ് ദൈവം എന്നെ ഈ അനുഭവത്തിലൂടെ ഇപ്പോ നടത്തുന്നത്? അതിന് ഉത്തരം പൗലോസ്ലീഹ പറയുക, കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക, അത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ആശ്രയത്വം ഒരു ആത്മാവിന് കിട്ടിയാൽ മാത്രമേ മരണത്തെ അഭിമുഖീകരിക്കാൻ പറ്റൂ. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ഭയമില്ലാതെ, ആകുലതകളില്ലാതെ ഭരണത്തെ ഒരു ദൈവ പൈതൽ അഭിമുഖീകരിക്കണമെങ്കിൽ ഈ വിശ്വാസം വേണം. എന്ത്? കർത്താവിൽ പൂർണ്ണമായ ആശ്രയത്വവും മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റണം. ഹല്ലേലൂയ. അല്ലാതെ മരിച്ച് മണ്ണിനോട് മണ്ണായ ദൈവത്തിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവം സ്വന്തം ശക്തിയാൽ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ഈ അനുഭവത്തെ മറികടക്കാൻ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിഭ്രാന്തരാകുകയല്ല, ഭയപ്പെടുകയല്ല, അസ്വസ്ഥരാകുകയല്ല, ആ സമയത്ത് മരണഭയം വേട്ടയാടാൻ അനുവദിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ അനുഭവം നമുക്ക് തരുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ നിഷ്കളങ്കൻ രക്തം ചിന്തപ്പെട്ട ഒരു ഭവനം, ഒരു കുടുംബം, ഒരു ജീവിതം, അതൊക്കെ നിരന്തരമായ വേട്ടയാടുന്ന അനുഭവം ഉണ്ടാവും. ഈ രക്തപാപം വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ പരിഹാരം ചെയ്യണം.
തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് വിഷയം വെക്കുകയും കർത്താവിന്റെ കരുണ ഏറ്റെടുക്കുകയും അതോടൊപ്പം ആ വിഷയത്തിന്റെ മീതെ പരിഹാരം ചെയ്യുകയും വേണം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒന്ന് ഈ ഒരു വിഷയത്തെ നമ്മൾ ഡയറക്റ്റ് കൊലപാതകത്തിലൊന്നും പോകുന്നില്ലെങ്കിലും ഗർഭചിത്രം നടത്തുക, അബോർഷൻ പോലുള്ള പാപങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. അത് കർത്താവിന്റെ കാരുണ്യത്തിന് സമർപ്പിക്കുകയും ആ വിഷയത്തെ പ്രതി നമ്മൾ പ്രായശ്ചിത്വം പരിഹാരം ചെയ്യുകയും ചെയ്യണം. കാരണം നമുക്കിനി കൊലപ്പെടുത്തിയ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ആ ജീവനിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. അത് കർത്താവിന്റെ കാരുണ്യത്തിലാണ്. പക്ഷെ നമുക്ക് ആ പാപത്തിന് പരിഹാരം ചെയ്യാം, പ്രായശ്ചിത്തം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, കർത്താവിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട്. പിന്നെ ഒരു വിഷയം കൂടി നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മൾ 1, 2 ഡെലിവറിയൊക്കെ കഴിഞ്ഞു, നമ്മൾ തീരുമാനിച്ചു നമുക്ക് 2 എണ്ണം മതി, നാം 2 നമുക്ക് 2. രണ്ടാമത്തെ ഡെലിവറിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചാ പോയേക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ഞങ്ങളെല്ലാം അവസാനിപ്പിക്കും, ഒന്ന് പൂട്ടിത്തരാവോ, എല്ലാം ഒന്ന് കെട്ടി അവസാനിപ്പിച്ചോ, കട്ട് ചെയ്തോ പൂട്ടിയോ ഒക്കെ ഒന്ന് തരാവോ എന്ന് പറഞ്ഞാൽ ഒരു ജീവനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. തമ്പുരാൻ നമുക്ക് 2 അതിലധികമോ കുഞ്ഞുങ്ങളെ തരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പറയുവാണ് ദിസ് ഈസ് ഇനഫ് ഫോർ മീ, എനിക്കിത് മതി. അങ്ങനെ പറഞ്ഞു പോലും നമ്മൾ ദൈവിക സ്വരത്തെ, ദൈവപത്രയെ അടച്ചു കളഞ്ഞാൽ വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിപത്ത് ഞാൻ പറയട്ടെ. നമ്മൾ ദൈവാനുഗ്രഹത്തോട് നോ പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ മീതെ സമാനമായ അനുഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തിന്റെ പേരിലാണെങ്കിലും നിഷ്കളങ്ക രക്തം, ഒരു ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ഹല്ലേലൂയ. കാരണം ജീവൻ കൊടുക്കാൻ നമുക്ക് അധികാരമില്ലാത്തിടത്തോളം കാലം ജീവൻ എടുക്കാനും നമുക്ക് അവകാശമില്ല. ഇനി മാതാപിതാക്കളിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നലകളിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തലമുറകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു തിന്മയാണ് ആ നിലവിളി. നിങ്ങളുടെ ഭവനത്തിൽ നിന്നും നിങ്ങൾ പരിഹരിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ജനറേഷനിൽ അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളോ മക്കളില്ലാത്ത സാഹചര്യമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണും. കാരണം നിലവിളി ആ മാതാപിതാക്കളൊക്കെ തെറ്റുപറ്റി കർത്താവിന്റെ മുമ്പിലുള്ള ആ സ്വർഗത്തെ നോക്കിയുള്ള നിലവിളി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫൈൻ, ദാറ്റ്സ് ഓക്കെ, കർത്താവിന്റെ കരുണ ലഭിച്ച്. അതല്ല, ഇന്നും ആ നിലവിളി നമ്മുടെ ഭവനത്തിന് മീതെ, തലമുറകൾക്ക് മീതെ ഒക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ ചില അടയാളങ്ങൾ കർത്താവ് നമ്മുടെ മക്കളിലും കുടുംബത്തിലും കാണിച്ചു തരും. എന്തിനാണെന്നറിയാവോ? എവിടെയോ സ്വർഗത്തിന്റെ മുമ്പിൽ ഒരു നിലവിളി ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ, നമ്മുടെ മാതാപിതാക്കളായിട്ടോ കുടുംബാംഗങ്ങളായിട്ടോ ചെയ്തു പോയ ചില മേഖലകളെ വെളിപ്പെടുത്തി തരാനാണ് ചില അടയാളങ്ങൾ മക്കളിലും തലമുറകളിലും കർത്താവ് തരുന്നത്. സമാനമായ വിഷയത്തിൽ ചിലപ്പോൾ മക്കളിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ, മക്കൾ സ്വഭാവത്തിൻ്റെ, അവരുടെ വൈകാരിക വളർച്ച, മാനസിക വളർച്ചയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ചിലപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ മക്കൾക്കുണ്ടാകാം. ഇതൊക്കെ വരുമ്പോൾ വെറും ഫിസിക്കൽ പ്രോബ്ലമായിട്ട് മാത്രം കാണാതെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ആത്മീയ കാരണങ്ങളുണ്ട് എങ്കിൽ ഓഫ് കോഴ്സ് ആ വിഷയത്തിൽ നമ്മൾ കർത്താവിൻ്റെ കരുണ യാചിക്കേണ്ടതുണ്ട്. കാരണം നമ്മളായിട്ട് അടച്ചു കളഞ്ഞതാ, നമ്മളായിട്ട് തന്നെ തുറക്കണം. അല്ല നമ്മൾ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വചനം അതിനേക്കാൾ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 3:15 ഇതിനെ പറയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിക്ക് അവനിൽ നിത്യജീവനില്ല, അവന് ശിക്ഷ കിട്ടാതിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ആരെയും കൊല്ലാനും പോയിട്ടില്ല, ഒരു അബോർഷൻ നടത്തിയിട്ട് ഒന്നും നടത്തിയിട്ടില്ല, നമ്മൾ മാന്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ കൂടപ്പറപ്പിനോട് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വെറുപ്പുണ്ടെന്ന് വിചാരിക്കും. അയൽവാസികളോടോ കൂടപ്പറപ്പിനോടോ മക്കളോടോ ആരും ആകട്ടെ, ആരോടെങ്കിലും ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ, മറ്റു വാക്കി പറഞ്ഞാൽ അവൻ കൊലപാതകിയാണെന്നാ പറയുന്നത്. അവൻ ആരെ കൊല്ലുന്നതെന്ന് വെച്ചാൽ അവൻ അവൻ്റെ തന്നെ ആത്മാവിനെ ആദ്യം കൊല്ലുന്നത് അല്ലേ. ഒരു വ്യക്തി ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ആരെ കൊല്ലുന്നത്? അവൻ്റെ തന്നെ ആത്മീയ ജീവനെയാണ് കൊന്നുകളയുന്നത്. അവനിൽ ചലിക്കാൻ സാധ്യതയുള്ള ദൈവീക ജീവനെയാണ് നശിപ്പിച്ച് കളയുന്നത്. അതാണല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:22 നാം വായിക്കുന്നില്ലേ, പാപത്തിന്റെ വേതനം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇപ്പൊ വെറുപ്പിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ ആദ്യം കൊല്ലുന്നത് അവനെ തന്നെയാണ്, അവൻ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ക്ഷമിക്കാത്തൊരു വ്യക്തി നശിപ്പിക്കുന്നത് അവനെ തന്നെയാണ്, അവന്റെ ആത്മീയ ജീവനെയാണ് നശിപ്പിച്ച് കളയുന്നത്, അവന്റെ ദൈവത്തോടുള്ള ബന്ധത്തെയാണ് നശിപ്പിച്ച് കളയുന്നത്.
is dead, spiritually dead. ആത്മീയ മരണത്തിലാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വാഭാവികമായിട്ടും ശരീരം മരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഫിസിക്കൽ ഡെത്ത്, നമ്മളൊരു ശാരീരിക മരണം സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ശരീരം അനക്കാൻ പറ്റും? അനങ്ങോ? നമ്മൾ വിചാരിച്ച അനങ്ങോ? ഇല്ല. കാരണം എന്താ, നമ്മൾ മരിച്ചു പിന്നെ ഇങ്ങനെ വിചാരിക്കാനൊന്നും പറ്റിയല്ല, ചുമ്മാ കിടക്കാനേ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് ചലിക്കാൻ പറ്റില്ല. ഒന്ന്, നമുക്ക് ആരെങ്കിലും ചലിപ്പിക്കാൻ പറ്റോ? അതും പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇഫ് വി ആർ സ്പിരിച്വലി ഡെഡ്, ആത്മീയ മരണം, പാപം മൂലം ആത്മാവിൽ മരണം സംഭവിച്ചാൽ നമ്മുടെ ആത്മാവിൽ ചലനമുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരാളെ ആത്മീയമായി ചലിപ്പിക്കാനും നമുക്ക് പറ്റില്ല. പാപത്തിന്റെ ഒരു പ്രശ്നം അതാണ്. നമ്മുടെ ആത്മാവിൽ ചലനം ഉണ്ടാകില്ല, ഒരു ദൈവാനുഭവം ഉണ്ടാകില്ല, ഒരു ദൈവിക അനുഭൂതി ഉണ്ടാകില്ല, ദൈവിക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകില്ല, സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. മാത്രമല്ല, മറ്റൊരാളെ ആത്മീയമായിട്ട് ചലിപ്പിക്കാനും നമുക്ക് പറ്റില്ല. ബിക്കോസ് വി ആർ സ്പിരിച്വലി ഡെഡ് ബിക്കോസ് ഓഫ് സിൻ. പാപം മൂലം മരണം സംഭവിച്ചിരിക്കുക. അപ്പോൾ ഒരു വ്യക്തിയോട് വചനം പറയാണ്, അവൻ മരണം സംഭവിച്ചതാണ്. ഒരു വ്യക്തിയെ വെറുക്കുമ്പോൾ അവൻ കൊലപാതകയാണെന്നാണ് പറഞ്ഞത്. യോഹന്നാനിലെ പറഞ്ഞത് അവൻ കൊലപാതകയാണെന്നാണ് പറഞ്ഞത്. അവനാരെ കൊന്നിട്ടില്ലെങ്കിൽ ആരോടെങ്കിലും വെറുപ്പ് സൂക്ഷിച്ചാൽ അവൻ കൊലപാതകയാണ് എന്നാണ് യോഹന്നാനിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ഭാഷയിൽ യോഹന്നാനിലെ പറയുന്നത്, സഹോദരങ്ങളോടുള്ള വെറുപ്പ് സൂക്ഷിക്കുന്നവൻ കൊലപാതകയാണ്, ശിക്ഷ കിട്ടാതിരിക്കില്ല. പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ ചില കുടുംബ ബന്ധങ്ങളിൽ പോലും, സഹോദര ബന്ധങ്ങളിൽ പോലും ഈ വെറുപ്പ് സൂക്ഷിക്കുന്നവരുണ്ട്. അത് നമ്മൾ തന്നെയല്ലേ, ഒരു 10-15 വർഷങ്ങൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരേ പായ കിടന്ന് ഉറങ്ങിയവരാ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാ. ഒരു പായ കിടന്ന് ഉറങ്ങുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തവരാണ് ഇന്ന് വലിയ മതിലൊക്കെ കെട്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരികയില്ല, ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് പോകൂല, മക്കളെ പോലും അങ്ങോട്ട് വിടാത്ത രീതിയിലുള്ള വെറുപ്പിലാണ് ഇന്ന് കഴിയുന്നത്. കാരണം പറഞ്ഞത്, ഭാഗുടമ്പടിയുടെ സമയത്ത് എന്തോ പ്രശ്നം ഉണ്ടായി. 1 ഇഞ്ച് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അളന്നപ്പോൾ അതിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടായി. വെട്ടുകത്തി എടുത്തു, വാക്കത്തി എടുത്തു, ബഹളം ഉണ്ടായി, നാട്ടുകാർ കൂടി, അങ്ങനെ ഒച്ചപ്പാട് ബഹളമൊക്കെ ആയി. അവസാനം മതിലൊക്കെ കെട്ടിപ്പൊക്കി. കഴിഞ്ഞ 16 വർഷമായിട്ട് കൂടപ്പറപ്പിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്ന് മാത്രമല്ല, മക്കളെ പോലും ആ പടി കയറാനായിട്ട് മാതാപിതാക്കൾ സമ്മതിച്ചിട്ടില്ല. എല്ലാ ദിവസവും പള്ളിയിലും പോവും, നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. അതിനൊന്നും ഒരു കുറവില്ല കേട്ടോ. സ്വന്തം കൂടപ്പുറപ്പിനോട് മിണ്ടുകയല്ല. സ്വന്തം കൂടപ്പുറപ്പിനോടെ സംസാരിക്കുകയല്ല. പക്ഷെ പള്ളിയിൽ വലിയ ടീമാണ്, പള്ളിയിലെ കൈക്കാരനായിരിക്കും, പള്ളിയിലെ സംഘടനയുടെ ലീഡറാണ്, പിന്നെ മരിയൻ സൊസൈറ്റിയുടെ എൻ്റെ സംഘം ഉണ്ടല്ലോ, അതിൻ്റെ ലീഡറാണ് ചടത്തി. വലിയ പ്രാർത്ഥന, രാവിലെ മുതൽ വൈകിട്ട് വരെ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുക. തമ്പുരാൻ്റെ കണ്ണുപൊട്ടറാണ്. നമുക്ക് ചില സമയത്ത് തോന്നും ഇവരുടെയൊക്കെ ഈ ഭക്തി, അമിത ഭക്തി കാണിക്കുകയും എന്നാൽ സ്വന്തം കൂടപ്പുറപ്പിനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കർത്താവിൻ്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമെന്ന് വിചാരിച്ചു. സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയേറിയതാണ് കർത്താവിൻ്റെ കണ്ണുകൾ. നിന്റെ മുറുമുറുപ്പ് പോലും അവൻ്റെ കണ്ണിൽ പെടാതെ പോകില്ല എന്നാണ് വചനം പറയുന്നത്. ചില സമയത്ത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കർത്താവ് കണ്ണുപൊട്ടറാണ്. അതായത് നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവ് നോക്കിയാൽ ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, ദശാംശം കൊടുക്കുന്നില്ലേ, താണ്ടെ പള്ളിക്ക് ഇത് എന്നാ മറ്റേ കുരിശടി പണി കൊടുത്തില്ലേ, താണ്ടെ വ്യാകുല മാതാവിൻ്റെ വലിയ സ്റ്റാച്ചു ഉണ്ടാക്കി കൊടുത്തില്ലേ, എന്നിട്ട് സ്വന്തം കൂടപ്പറപ്പിന്റെ വീട്ടിൽ പടി കയറിയിട്ടില്ല അവൻ. ഇതൊക്കെ ചെയ്തിട്ട് ഇവൻ നേരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും നമ്മൾ വിചാരിച്ച്. എവിടുന്ന് കയറിയതാണോ ഈ ചിന്തയൊക്കെ? അപ്പൊ നമുക്ക് തമ്പുരാനെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗലാത്യ 6:7 വചനം പറയുന്നുണ്ട്, മനുഷ്യ നിനക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കുക സാധ്യമല്ല. നമുക്ക് ആരെ വേണേലും ചീറ്റ് ചെയ്യാം, ബട്ട് നോട്ട് ഗോഡ്. ദൈവത്തെ പറ്റില്ല. സർവ്വത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതും സഹോദരന്റെ നിലവിളിയാണ്, നിഷ്കളങ്ക രക്തമാണ് നമ്മൾ വെറുപ്പ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പരിഹരിക്കേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ്, സ്വർഗത്തിനെതിരായ നിലവിളി. രണ്ടാമത്തത് സോതോംകാരുടെ പാപം എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സോതോംകാരുടെ പാപം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 20-ാമത്തെ വചനവും 19-ാം അധ്യായം 13-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? സോതോംകാരുടെ പാപം ലൈംഗിക വൈകൃതമാണ്. ലൈംഗിക വൈകൃതം, സെക്ഷൽ.
അപരേഷൻസ് ആണത്. അതായത് ലോത്തിന്റെ വീട്ടിൽ വന്നിട്ടേ അവിടെ അതിഥികളായിട്ട് വന്നവരെ, 2 അതിഥികൾ വന്ന് നിറഞ്ഞിട്ട് ആ ദേശത്തുള്ളവര്, സോതോമിലുള്ളവര്, അവര് വന്നിട്ട് ഈ ലോത്തിനോട് പറയാണ്, അവന്മാരെ അതിഥികളെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരാൻ. എന്താണെന്നറിയാമോ? ഇവിടെ എഴുതി വെച്ചിരുന്നു കാണാൻ പറ്റും. 5-ാമത്തെ വചനം 19:5. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ഇവരായിട്ട് സുഖഭോഗങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവരെ ഞങ്ങൾക്ക് വിട്ടുതരാൻ പറഞ്ഞു. ഇപ്പൊ ലോത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അതെ എനിക്ക് 2 കെട്ടിക്കാൻ പ്രായമായ പെൺമക്കളുണ്ട്, ഞാൻ വേണമെങ്കിൽ അവരെ തരാം, അതിഥികളെ ദയവായിട്ട്. ലൈംഗിക വൈകൃതത്തിന് വേണ്ടിയിട്ട് അവന്മാർ മുറവിളി കൂട്ടുന്നത്. സോതോമിന്റെ പാപം എന്നാ പറയുന്നത് അതിന്. വായിക്കുന്നത് വചനം വായിക്കുക, അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 18-20 വചനം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, സോതോമിനും ഗൊമോറയ്ക്കുമെതിരായുള്ള മുറവിളി വളരെ വലുതാണ്. 19 ഇനി വചനം കൂടി ഒന്ന് കൂട്ടി വായിച്ചു, 13 കൂടി. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്, ഇവിടത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. എന്നിട്ട് ലോത്തിനോട് പറയാൻ, ലോത്ത് മക്കളെ കൂട്ടിക്കൊണ്ട് പോകാൻ വിസമ്മതിക്കും, അവരെ പൊക്കി എടുത്തുകൊണ്ടുപോകും. ആ പോകുന്ന വഴിക്കാണ് കർത്താവ് പറയുന്നത്, കർത്താവിന്റെ ദൂതൻ പറയുന്നത്, ദയവായിട്ട് നിങ്ങൾ മുന്നിലേക്ക് പൊക്കോളുക, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് ലോത്തിന്റെ ഭാര്യ പുറകിൽ എന്നാ സംഭവിക്കുന്നത്? സോതോം ഗൊമോറ കത്തി എരിയുവാണല്ലോ, കർത്താവ് നശിപ്പിക്കുള്ളൂ. ഇത് കാണാൻ മ്ലേച്ഛ നഗരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തിരിഞ്ഞു നോക്കി, എന്ത് പറ്റി? ചില ചേട്ടത്തിമാരൊക്കെ ഇപ്പോഴും ഉപ്പ് തൂണുകളാണ്. എന്നാന്നറിയാമോ? ഇപ്പോഴും മുന്നോട്ടല്ല പോകുന്നത്, അങ്ങോട്ട് നോക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പുറകോട്ട്. ഞാൻ കെട്ടിക്കേറി വന്ന സമയത്ത് എൻ്റെ അമ്മായിയമ്മേനോട് ചെയ്ത് എന്നാന്ന് അച്ഛൻ അറിയാവോ? എനിക്കറിഞ്ഞൂടെ ചേട്ടത്തി, ഞാനതൊക്കെ അങ്ങനെ അറിയുന്നത്. കുറെ ഉപ്പ് തൂണുകളുണ്ട് നമ്മുടെ വീട്ടില്. മുമ്പിലേക്ക് നോക്കി പോകാനാ പറഞ്ഞത്. ഇന്നലകളിലുണ്ടായ മിളച്ചതകളിലേക്ക് കർത്താവ് നശിപ്പിച്ച സ്ഥലത്തേക്ക് ഒന്നും തിരിഞ്ഞു നോക്കരുത് കൃത്യമായിട്ട് പറഞ്ഞതാ. ഇന്നും നമ്മൾ കുറെ എണ്ണങ്ങളുണ്ട്, ഇന്നലകളുടെ പരാജയം, നഷ്ടം, ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന മുറിവുകൾ, നൊമ്പരങ്ങള്, കടന്നുപോയ ജീവിതത്തിന്റെ സ്വകാര്യ ദുഃഖത്തിന്റെ സൗഖ്യം കിട്ടാത്ത ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. അതുകൊണ്ടെന്താ മുന്നോട്ട് പോകാൻ പറ്റണില്ല, ഉപ്പുതൂണായിട്ട് നിൽക്കും അവിടെ തന്നെ. ഇന്ന് ഉപ്പുതൂണുകളായിട്ട് ഇങ്ങനെ നിൽക്കുക, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. കാരണം കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്, മുന്നിലേക്ക് നോക്കിയേ പോകാവുന്നു. അതാണ് പൗലോസ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 3:13 പൗലോസിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഞങ്ങൾ പിന്നിലുള്ളവയെ മുഴുവനും വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരും. പുറകിലുള്ളതല്ല, തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റിയല്ലേ. തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായി പോകും. അത്രയും സങ്കടങ്ങളുടെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, അത്രയും മുറിവേറ്റ അനുഭവങ്ങൾ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട്, അത്രമാത്രം തിരസ്കരിക്കപ്പെട്ട, സ്നേഹിച്ച് വഞ്ചിക്കപ്പെട്ട ഓർമ്മകൾ മനസ്സിലുണ്ട്. ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെയും തകർക്കപ്പെട്ടതിൻ്റെയും ജീവിതത്തിന്റെ ഇന്നലകളുണ്ട്. സ്നേഹിക്കപ്പെടാതെ പോയതിന്റെ ജീവിതത്തിന്റെ ഭാരമുണ്ട്. മനസ്സിലാക്കുമെന്നും ചേർത്ത് പിടിക്കുമെന്നും വിചാരിച്ചിടങ്ങളിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം വേദനയും തിരസ്കരണവും നൊമ്പരവും ഇതെല്ലാം പിന്നിലുണ്ടെന്നേ. തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ഇന്നിന്റെ യാത്രയുടെ ഗതിയെ നശിപ്പിക്കാന്നുള്ളതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കണ്ട, മുന്നിലേക്ക് നോക്കി പൊക്കോളാൻ പറഞ്ഞു. അതിനിടയിൽ ആ ചേട്ടത്തി വല്ല കാര്യം ഉണ്ടായിരുന്നോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ചേച്ചി? ആ ലോത്തിന്റെ കൈയും പിടിച്ച് പോയാൽ പോരായിരുന്നോ? അല്ലേ? കെട്ടിയോ മുന്നിലേക്ക് നോക്കിയാൽ പോകുന്നു, എന്നാൽ പിന്നെ കെട്ടിയോൾക്കും അങ്ങോട്ട് പോയാൽ പോരായിരുന്നു കേട്ടോ. ചേട്ടത്തി ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ടീമായതുകൊണ്ട് എന്നാലും പുള്ളിക്കകത്തേക്ക് ഒരു ആകാംക്ഷ. എന്നാലും കർത്താവ് പറഞ്ഞതുപോലെ സോദോം ഗൊമോറയൊക്കെ നശിപ്പിക്കുമോ? ഒരാഗ്രഹം കാണാനേ. ചില ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മളെയൊക്കെ ഇങ്ങനെ അല്ലെ ചിലർ നശിച്ച് കാണാനുള്ള ആഗ്രഹമാണ് നമ്മളെ കുപ്പുതുമാക്കി ഇട്ടേക്കുന്നത്. അല്ലെ ചേട്ടത്തി വല്ല കാര്യമുണ്ടോ? കർത്താവ് പറഞ്ഞ് നശിപ്പിക്കാൻ പോകുന്നു പറഞ്ഞു, എന്നാലും ഒരു ആഗ്രഹം. എന്നാലും ശരിക്കും കർത്താവ് ചുമ്മാ നുണ പറഞ്ഞാണോ? അവരെ നശിപ്പിക്കും, ഒന്ന് കാണാലോ, മറ്റേ അഗ്നി ഇറക്കി ഗന്ധകമൊക്കെ ഇറക്കി നശിപ്പിക്കുമെന്നാ പറഞ്ഞ് ചേട്ടത്തി ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. മറ്റുള്ളവർ നശിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തിരിഞ്ഞു നോക്കിയതാ. ഇങ്ങനെയുള്ള ആഗ്രഹമൊന്നും കൊണ്ട് നടന്നേക്കരുത്. നമ്മൾ സ്റ്റക്കായിട്ടേ പോകും, മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ സ്റ്റക്കായി പോകും, ഉപ്പുതൂണായി പോകും. ഹല്ലേലൂയ, സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന ഒരു ഭാവമാണ് ലൈംഗിക വൈകൃതം. ആണിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വാക്യം പറഞ്ഞു, സ്വവർഗരതിയ, ഹോമോസെക്ഷാലിറ്റി.
പ്രകൃതി വിരുദ്ധ ബന്ധമാണ്. പ്രകൃതി വിരുദ്ധ ബന്ധം വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടം പടി കാണാം കേട്ടോ. ആണിനെയും കെട്ടി പെണ്ണിനെയും കെട്ടി താമസിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. പബ്ലിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ, പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ കയറുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാവും. ഞാൻ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചിട്ട് അവിടെ ഒരു പയ്യൻ്റെ കൂടെ മെട്രോ ട്രെയിനിൽ കയറി ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാം. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ 2 പേര് വന്നിരുന്നു. എനിക്കിതിനകത്ത് ഏതാണ് ഇതിനകത്ത് ഏതാണ് പെണ്ണെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. അപ്പോൾ അവരിങ്ങനെ അറിയാലോ, അവർ ലിംഗമാറ്റമൊക്കെ വരുത്താൻ വേണ്ടി അവരെല്ലാം കട്ട് ചെയ്യുകയോ ഷെയ്പ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഇരുത്തുമോ. നമുക്ക് ഇതിനെ തപ്പിക്ക് എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു കൊണ്ടൊന്ന് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാൻ പറ്റില്ല, അതൊക്കെ ഒഫൻസ് ആണല്ലോ. നമ്മളൊരാളിങ്ങനെ തുറിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞത് വല്ലാത്ത ഒഫൻസ് ആണല്ലോ. ഇപ്പം തന്നെ എന്തോ 3 മിനിറ്റ് അല്ലെ 8 സെക്കൻഡ് 9 സെക്കൻഡ് ഒന്നും നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ വിദേശ രാജ്യത്ത് പോയി വല്ലവരും അടി മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന പയ്യെ പറഞ്ഞത് ഓക്കെ 2 ആണുങ്ങളോ 2 ആണുങ്ങളോ 2 ആണുങ്ങളോ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങോട്ട് നേരെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നു, നേരെ ഇരിക്കുന്നുണ്ടോ എന്ന് ഞാൻ പയ്യെ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴേക്കും 2 നമുക്ക് ഇതിനകത്ത് 2 പറഞ്ഞു 2 ഓണം വെച്ചാന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും കമ്മലിട്ടിട്ടുണ്ട്, 2 പേരും മൂക്കൂത്തിയിട്ടുണ്ട്, പിന്നെ എല്ലാം ഇങ്ങനെ അണിൻ്റെ പോലെ 2 ഇരിക്കുന്നത് ആണ്. നമ്മൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെണ്ണും കൂടി നടക്കുന്നതാണ്, ആണും കൂടി നടക്കുന്നതാണ്. പ്രകൃതി വിരുദ്ധ അവസ്ഥയിൽ ഇതിനൊരു കാരണം ബൈബിൾ പറയുന്ന ഒരു കാരണമുണ്ട് കേട്ടോ. നിങ്ങളൊന്നും എടുക്കാവും, റോമാക്കാർക്ക് എഴുതിയ ലേഖനം എടുക്കാവും. നമ്മൾ പറയും ഇത് അവരുടെ സ്വഭാവം അങ്ങനെയാണെന്ന്. എല്ലാം അങ്ങനെയൊന്നുമല്ല. കുറേയൊക്കെ വൈകാരികമായി വളർച്ചയില്ലാത്ത അവസ്ഥയാണ്. അതിന് മാത്രമല്ല, അതിൻ്റെ പിന്നുള്ള ഒരു ആത്മീയ കാരണം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങൾ വായിക്കാമോ? റോമ 1:21. പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിലേക്ക് പോകാനുള്ള ചില കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവിടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ഇരുട്ടിലാണ്. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്നാ പറയുന്നത്. ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ആരാധിക്കാത്തതിന് കാരണം, ദൈവത്തെ അറിഞ്ഞെങ്കിലും ദൈവത്തെ ദൈവമായി ആരാധിക്കാതിരുന്നതിന് കാരണം, അതുകൊണ്ട് അവരെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സ്രഷ്ടാവിലും ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടെ നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. എന്നിട്ട് എഴുതി വെച്ചേക്കാണ്, അവരുടെ സ്ത്രീകൾ സ്വാഭാവികമായ ബന്ധം എന്ന് പറഞ്ഞാല് ആരുമായിട്ടാണ്? പുരുഷനുമായിട്ട് അല്ലേ? സ്വാഭാവികമായിട്ടുള്ള ബന്ധം സ്ത്രീ പുരുഷൻ. അപ്പോ സ്വാഭാവികമായ ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. പ്രകൃതി വിരുദ്ധ ബന്ധം, അതായത് പ്രകൃതിയിൽ പോലും നമ്മൾ കാണുകയല്ല ഇത് ഈ പറഞ്ഞ കലാവാസനയൊന്നും. ഹല്ലേലൂയ. മൃഗങ്ങൾ പോലും ഒരു പെണ്ണ് ആണൊക്കെ ആയിരിക്കണം ചേരുന്നത്. ഇവിടെ നോക്കിക്കേ, പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. 28-ാമത്തെ വചനം, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അതുമായി ബന്ധപ്പെട്ട അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതാണ് സംഭവിച്ചത്. ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടും ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടും
ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന സൃഷ്ടികൾക്കും സൃഷ്ടവസ്തുക്കൾക്കും കൊടുക്കുന്നത് കൊണ്ടും ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സർവ്വത് പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോ നമ്മള് കൗൺസിൽ മുറിയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഭാരം തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ചിലപ്പോൾ ചിലര് പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ മാത്രമല്ല, ചിലപ്പോ മൃഗഭോഗത്തിലേക്ക് വരെ പോകുന്നവരുണ്ട്. മൃഗഭോഗത്തിലേക്ക് വരെ എന്നെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം എടുത്തേ, 22:19 ഒന്ന് വായിച്ചേ. മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണമെന്നാണ് വചനം പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അത്രമാത്രം ഈ പറയുന്നില്ലേ, ഈ ആസക്തികളാൽ മനസ്സങ്ങട് നിറഞ്ഞിട്ട് മൃഗത്തെ പോലും ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. മൃഗഭോഗത്തിലേക്ക് പോലും പോകുന്നവരുണ്ട് എന്ന്. ഞാന് തൃശ്ശൂർ അപ്പുറത്തുനിന്ന് ഒരു പയ്യൻ എന്നെ ഇടയ്ക്ക് കാണാൻ വരുമായിരുന്നു. അപ്പൊ അവനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് ഈ സ്വവർഗരതിയുടെ തിന്മയാണ്. അതൊരു ദുരാത്മാവിന്റെ അറ്റാക്ക് പോലെ കിടക്കുക. ഒരു 24-25 വയസ്സ് പ്രായമെങ്കിലുണ്ട് അവന്. അപ്പൊ അവൻ 1-2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു ഈ ഒരു വിഷയത്തിലൊരു ഡെലിവറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ അടുത്ത് വന്നത്. പച്ച, ഞാനൊരു ഫംഗ്ഷന് പോയാൽ, ഫംഗ്ഷൻ പോയി, ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി, ഒരു കല്യാണത്തിന് പോയി 1-1.5 മണിക്കൂറൊക്കെ ആയിരിക്കും നോർമലി പള്ളിയിലെ പരിപാടി കഴിഞ്ഞാൽ പുറത്ത് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികളായിട്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയും. ഈ ഗ്രൂപ്പിലെ വളരെ പെട്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അധിക സമയമൊന്നും വേണ്ട, 1 മണിക്കൂറുള്ളായിരിക്കും. ഒരു ഫംഗ്ഷൻ വന്ന് ഭക്ഷണം കഴിച്ച് അതിനുള്ളിൽ ഞാൻ ഇങ്ങനെയുള്ള വ്യക്തികളെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. 7 വയസ്സ് പ്രായം മുതൽ 70 വയസ്സ് പ്രായമുള്ളവരായിട്ട് പുള്ളി കഴിഞ്ഞ കാലങ്ങളിൽ പാപം ചെയ്തിട്ടുണ്ട്. കൃത്യം പറയുന്നത് ഇതൊരു തിന്മ പോലെ എൻ്റെ ലൈഫിൽ എനിക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലെന്നാണ്. ആലോചിച്ചോക്കെ, കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. സ്വവർഗരതി, സ്പിരിച്വൽ അറ്റാക്ക്, അതായത് വളരെ ഷാർപ്പായിട്ട്. എന്നിട്ട് അവിടെ ഈ കല്യാണത്തിന് പോകുന്ന ഗ്യാപ്പിൽ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ പാപം ചെയ്യുമെന്ന്. അവന് ഈ ഒരു വിഷയത്തിൽ ഒരു ഡെലിവറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ തൃശ്ശൂരിന് അപ്പുറത്ത് 1-2 പ്രാവശ്യം എടുത്ത് ഇവിടെ വന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. ചില ഏത് പ്രായത്തിലുള്ളവരുമായിട്ട് അപ്പൊ ആ സെയിം സ്പിരിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് അവരങ്ങോട്ട് കണക്റ്റഡ് ആകുകയും പാപം ചെയ്യുകയും ചെയ്യും. ഇവിടെ പറയാണ്, മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണമെന്നാണ് ഇതിനെഴുതി വെച്ചിരിക്കുന്നത്. അത്ര ഈ മൃഗഭോഗത്തിലേക്ക് വരെ പോകുന്ന അവസ്ഥയുണ്ട്. ചിലവരൊക്കെ ഇത് ലൈംഗിക ചില വൈകൃതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വൈകൃതങ്ങളിലേക്ക് മൊബൈൽ ഫോണിലൂടെ ഇപ്പോൾ വീഡിയോ ചാറ്റ്, വീഡിയോ കോളുകൾ മുതലുള്ള വിഷയങ്ങളിലൊക്കെ അകപ്പെട്ടിട്ട് അതിലൂടെ പോലും ഈ സെക്ഷൽ പ്ലഷർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പോകുന്നവരുണ്ട്. ആളൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതിനുള്ള അല്ലെ, വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷൽ പ്രഷർ നാട്ടിലൊക്കെ ഉണ്ട്, നമുക്ക് ടോയ്സ് കിട്ടും, ടോയ്സ് മേടിക്കാൻ കിട്ടും. എന്തൊരവസ്ഥയാന്ന് നോക്കിക്കേ. ചിലപ്പോൾ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യ ഉണ്ടായിട്ടും ഭർത്താവ് ഉണ്ടായിട്ടും വീണ്ടും ഈ പറയുന്ന പോലെ സ്വയം ഭോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. സ്വവർഗരതിയിലേക്ക് പോകുന്നവര്, വ്യഭിചാരം മ്ലേച്ഛതയിലേക്ക് പോകുന്നവര്, വൈകൃതങ്ങളാണ് ഇതൊക്കെ. സെക്ഷൽ ഓപ്പറേഷൻസ്, ലൈംഗിക മ്ലേച്ഛതകൾ. ഹല്ലേലൂയ. ഈ സോദോമിന്റെ ഭാവത്തെ കുറിച്ച് പറയുന്നത് അത് സ്വർഗത്തിനെതിരെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെയുള്ള മ്ലേച്ഛത അരങ്ങേറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബ്ലൂ ഫിലിം കാണുക, മ്ലേച്ഛ പാപം കാണുക, നിരന്തരമായിട്ട് ചില ഭവനങ്ങളിൽ ഇരുന്ന് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ ഈ മ്ലേച്ഛത കണ്ട ഭവനത്തിന്റെ അന്തരീക്ഷം പോലും മ്ലേച്ഛമാക്കുക. ആ വ്യക്തി മ്ലേച്ഛമാകുന്നല്ലോ, ഈ ഭവനത്തിന്റെ അന്തരീക്ഷം പോലും മ്ലേച്ഛമായിട്ട് മാറും, അശുദ്ധമായിട്ട് തീരുന്ന അവസ്ഥകൾ. എന്നിട്ട് പറയാ ഞങ്ങൾക്ക് ഒന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, മനസ്സിലും ചിന്തകളിലും മുഴുവനും മ്ലേച്ഛതയാണ്, അശുദ്ധിയാണ്. ഈ മേഖലയിൽ നമുക്കൊരു വിടുതൽ കിട്ടേണ്ടതുണ്ട്, ഒരു വിശുദ്ധീകരണം നടക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ കരുണ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ലൈംഗിക വൈകൃതങ്ങളുടെ മേഖലകൾ, പ്രത്യേകിച്ച് സൊദോമിൻ്റെ ഭാവമായിട്ട് നിൽക്കുന്നത് സെയിം സെക്സ്, സ്വവർഗ രതി, ഹോമോസെക്ഷാലിറ്റി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. മറ്റ് ഒരു പാപമാണ് സ്വർഗത്തിനെതിരെ നിൽക്കുന്ന നിലവിളിയായിട്ട് കൊടുത്തിരിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം. പുറപ്പാട് 3-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ഒന്ന് വായിക്കാം. ഇതാ, കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നും ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവിടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് പിന്നെ ഇങ്ങനെ അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞെരുക്കപ്പെട്ട ജനത്തിന്റെ വിലാപം എന്ന തലക്കെട്ടിലാണ്. ഞെരുക്കപ്പെട്ട ജനത്തിന്റെ വിലാപം. ആ നിലവിളി കർത്താവ് കേൾക്കുന്ന പറയുന്നത്. ഇന്ന് നമ്മളിപ്പോൾ പുറത്തൊന്നും പോകുന്നു വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ചില ഞെരുക്കപ്പെട്ട ജീവിതങ്ങൾ കഴിയുന്നുണ്ടാവും. എത്ര മാതാപിതാക്കളാണെന്നറിയാമോ ഇങ്ങനെ പറഞ്ഞു വന്നേക്കുന്നത്, ഇങ്ങനെ ഞെരുങ്ങി കഴിയുന്നവര്. അവരുടെ വിലാപം കർത്താവ് കേൾക്കാതിരിക്കുകയൊന്നുമില്ല. മാതാപിതാക്കളുടെ കണ്ണുനീരും വിലാപവും ഒക്കെ ദൈവം കേൾക്കും. ഞെരുക്കപ്പെട്ട അവസ്ഥയിലാണ്. കാരണം എന്താ? പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം മുഴുവൻ പറയുന്നതാ. ഇവിടെ തന്നെ നിങ്ങൾ ഈ വാതിൽ, ഈ റൈറ്റ് സൈഡിലെ വാതിൽ തുറന്ന് അങ്ങോട്ട് നോക്കി അവിടെ ഒരു ബിൽഡിംഗ് ആണ്. അത് വൃദ്ധസദനോ, പ്രായമായ മാതാപിതാക്കൾ കഴിയുന്ന ഇടമാണ്. രോഗികളായിട്ടുള്ളവര്, മക്കൾ ഉപേക്ഷിച്ചത്, ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട കേസുകളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീര് സ്വർഗം കാണുകയില്ലെന്നാ വിചാരിച്ചേ. ഒരു ഞെരുക്കപ്പെട്ട ജനത്തിന്റെ വിലാപം കർത്താവ് കേട്ടെങ്കിൽ ചില കുടുംബത്തിലൊക്കെ മാതാപിതാക്കൾ എന്തോരം ഞെരുങ്ങുന്നുണ്ടെന്ന് അറിയാമോ? മക്കളുടെ ചില ദുസ്വഭാവം കൊണ്ടും. എനിക്ക് വല്ലാത്തൊരു ഈ അടുത്ത കാലത്തൊരു ഭാരം തോന്നിയൊരു വിഷയമാണ്. അപ്പൻ്റെ സമ്പാദ്യം, അപ്പനത് അത്യാവശ്യം എല്ലാവർക്കും വീതിച്ചു കൊടുത്താണ്. എന്നിട്ടും പിന്നെ അപ്പൻ്റെ അമ്മയുടെ പേരിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നോക്കണ്ടേ എന്ന് കരുതി. സാധാരണ ചെയ്യുന്ന ഒരു വിവേകമാണ് മരണശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി ചോദിച്ചുകൊണ്ട് ഇളയ മോൻ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി. അവസാനം അപ്പം പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഇനി തരികയില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ജീവിച്ചിരുന്നാലല്ലേ തരാതിരിക്കുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അപ്പനെ എടുത്ത് പിന്നിട്ട് തല്ലി അടിച്ച് എന്ന് പറഞ്ഞാൽ, ഞാനിതെല്ലാം ഈ CC ക്യാമറ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം കിട്ടി. എന്തൊരവസ്ഥ! സ്വന്തം അപ്പനായിട്ട് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ വീട്ടിലാണ്. അവിടെ പോലും താമസിക്കാനായിട്ട് മകൻ സമ്മതിച്ചില്ല. കാശിനോടുള്ള ആർത്തി തലക്ക് കയറിയിട്ട്. അതായത് അവനും 2 തലമുറയ്ക്ക് തിന്നാനുള്ളത് അപ്പം കൊടുത്തിട്ടുണ്ട്. ഒന്നും കൊടുക്കാതെ ഒന്നും വിട്ട കേസൊന്നുമല്ല. 2 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഈ അപ്പന്റെ കഴിഞ്ഞ ആയുഷ്കാലം മുഴുവൻ അധ്വാനം പിന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ മക്കളും അവർക്ക് അവരുടെ ആവശ്യത്തിന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ പേരിൽ വീടും പറമ്പൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ അവരെ നോക്കുന്നവരെ കാലശേഷം അവർക്ക് എടുക്കാവുന്ന രീതിയിൽ അങ്ങോട്ടാണ് ക്രമീകരിച്ചത്. ഇവരൊട്ടും നോക്കൂലെന്ന് മാത്രമല്ല, ഇവരെങ്ങനെയെങ്കിലും ചത്താൽ മതി എന്നാണ്. കാരണം ഇവരെ ഇളയ മകനാ. അപ്പൊ ഈ 2 പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂത്തവർക്ക് വേണ്ട ശരിക്കും. എന്നാലും എങ്ങനെയെങ്കിലും അപ്പനെ കൊന്നിട്ടാണെങ്കിലും കാശുണ്ടാക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഇതൊരവസ്ഥയാന്ന് നോക്കിയേ. ഒരപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് വീടരുത്. അത് സ്വർഗത്തിനെതിരായ നിലവിളിയായിട്ട് മാറും. അത് ദൈവത്തിനെതിരായ പാപം. നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം എടുക്കാവോ? പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ന്റെ 2 ഒന്ന് വായിക്കാവോ ആദ്യം? മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തില് 1-2 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മാതാപിതാക്കളോടുള്ള ബഹുമാനവും സ്നേഹവും മരണം വരെ മക്കൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ബഹുമാനവും പിന്നെ സ്നേഹവും. ഇനി മാതാപിതാക്കളെ എന്നുവരെ അനുസരിക്കണം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇങ്ങനെയും കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മകൻ കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായെന്ന് വിചാരിക്കുക, മകള് കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്.
അപ്പനും അമ്മയ്ക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കാം, പക്ഷെ അൾട്ടിമേറ്റ്ലി തീരുമാനം എടുക്കേണ്ടത് ഭാര്യയും ഭർത്താവും കൂടിയാണ്. അവർ കുടുംബമായി. പിന്നെ ഇവരുടെ തീരുമാനങ്ങൾ അവർ അടിച്ചേൽപ്പിക്കാനൊന്നും മാതാപിതാക്കൾക്ക് അവകാശമില്ല. അവരനുസരിക്കാനും ബാധ്യസ്ഥരല്ല. അപ്പനും അമ്മയും അനുസരിക്കാനും ബാധ്യസ്ഥരല്ല. പക്ഷേ മാതാപിതാക്കൾ ഉപദേശം കൊടുക്കാം, മക്കളെ ഇങ്ങനെ പോകരുത്, അത് ശരിയാണ്, ഇതാണ് നല്ല രീതിയിലോ ചീത്ത രീതിയിലോ ഒക്കെ പറയാം. പക്ഷേ മാതാപിതാക്കളെ അനുസരിക്കാൻ വിവാഹം കഴിഞ്ഞാൽ മക്കള് നിർബന്ധിതരല്ല. പക്ഷേ ബഹുമാനവും സ്നേഹവും മരണം വരെയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നവർ, അല്ലെങ്കിൽ അപ്പനമ്മ മരിക്കുന്നവർ. അതിനകത്ത് ഒരു ദാക്ഷിണ്യമില്ല. നമുക്ക് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അയ്യോ അപ്പൻ അറിവ് കുറവാണ്, നിങ്ങൾ വായിക്കുക, വചനം വായിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ 3-ാമത്തെ വചനം വായിച്ച്, അവിടെ നിന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അതിന് പറയാം, അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു മക്കളുടെ മേൽ. അല്ല, മക്കളും തള്ളയ്ക്ക് എന്നാ അവകാശമുള്ളേ എൻ്റെ അടുത്ത് പറയാൻ? ചില പിള്ളേർ മുട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല, മാതാപിതാക്കളുടെ മുഖത്തേക്കും തള്ളയ്ക്ക് എന്നെ പറയാനായിട്ട് എന്താ അവകാശമുണ്ട്? ചിലപ്പം മക്കൾ മാതാപിതാക്കളുടെ ദേഷ്യപ്പെടുന്ന നമ്മൾ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ നിഷ്ക്രിയരായി നോക്കി നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് തന്നെ വല്ലാത്ത ഭാരം തോന്നും. ഭാരം മാത്രമല്ല, ചില സമയത്ത് നമുക്ക് തോന്നും ഇതിനകത്ത് ശരിക്കും മാതാപിതാക്കൾ ആരാണ് മക്കൾ ആരാണെന്ന് തോന്നിപ്പോകും. കാരണം മക്കൾ പറയുന്നതാണ് മാതാപിതാക്കൾ കേൾക്കേണ്ട അവസ്ഥയെ. പിന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷൻ, ഇതിനകത്ത് അപ്പനാര് മകൻ ആര് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. പറയാണ്, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. ഇതൊരു വിശിഷ്ടമായ വാക്കാന്ന് നോക്കിയേ. തന്റെ പാപങ്ങൾക്ക് അവൻ പ്രായശ്ചിത്തം ചെയ്യുന്നു എന്ന് പറയുന്നത്. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. 5-6 വചനം വായിക്കണേ. പിതാവിനെ ബഹുമാനിക്കുന്നവനെ വായിക്കേ, അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ സന്തോഷിപ്പിക്കണോ? നിങ്ങളുടെ അപ്പനെ ബഹുമാനിച്ചാൽ മതി. ഷോർട്ട് കട്ടാണ്, എളുപ്പവഴി പറഞ്ഞതാണ്. നിന്റെ അപ്പനെ നീ ബഹുമാനിച്ച നിനക്ക് മക്കളുണ്ടാകുമ്പോണ്ടല്ലോ അവര് നിന്നെ ബഹുമാനിക്കുന്നു. ഇപ്പൊ നിന്റെ അപ്പനോട് ഒരു ബഹുമാനമില്ല, അമ്മയോട് നിനക്ക് ബഹുമാനമില്ല, താൻ തോന്നിയായിട്ട് അപ്പനെ അമ്മയും തെറിയും വിളിച്ച് ബഹളം വെച്ച് പൊക്കോണ്ടിരിക്കുക. നാളെ മക്കളുണ്ടാകുമ്പോ ബൂമറാങ് പോലെ ചിലപ്പോൾ തിരിച്ചതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട്. വചനം പറയാം, നിന്റെ മക്കൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വചനം പറയാണ്, പിതാവിനെ ബഹുമാനിച്ചാൽ നിന്റെ മക്കൾ നിന്നെ സന്തോഷിപ്പിക്കും, നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഇനി 9-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, സ്ട്രോങ് ആക്കും. പിന്നെയോ, അമ്മയുടെ ശാപം അവന്റെ ഭവനത്തിന്റെ അടിത്തറ തകർത്ത് കളയും. അടിത്തറ തകർന്നുള്ള പ്രശ്നം എന്താണെന്നറിയാം? അടിസ്ഥാനം തകർന്നുള്ള പ്രശ്നം എന്നാ? കംപ്ലീറ്റ് പോവും. അടിത്തറ ഇളകി കഴിഞ്ഞാൽ എന്തോരം നിങ്ങൾ കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞാലും എല്ലാം അല്ല. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ എല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിരുന്ന എന്നാ പറ്റിയെന്ന് അറിഞ്ഞില്ല, എല്ലാം ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്ന് തരിപ്പണമായി. അപ്രതീക്ഷിതമായ തകർച്ചയിൽ നിബന്ധിക്കുന്ന വചനം പറയുന്നത്. പറയണം, അമ്മയുടെ ശാപം ഭവനത്തിന്റെ അടിത്തറ തകർക്കും. വീടിന്റെ അടിത്തറയൊക്കെ തകർക്കാനേ, ഒരു ഭവനത്തിന്റെ അടിത്തറ തകർക്കാനേ JCB ഒന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൻ്റെ അമ്മയുടെ ശാപം മേടിച്ച് കിട്ടിയാൽ മതി. ചില മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ, എന്നാന്നറിയാം? അങ്ങനെ വല്ല മാതാപിതാക്കൾ ഇതിന്റെ തിരുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ തമ്പുരാന്റെ മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിക്കണം, റിവേഴ്സ് ചെയ്യണം. ചുമ്മാ ചെറിയ കാര്യങ്ങൾക്ക് പ്രതി മക്കളിങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. നീ ഗുണം പിടിക്കുകയല്ലടാ, നീ നന്നാകുകയല്ലടാ, കുരുത്തം കെട്ടവനെ, നിന്റെ തല കണ്ട അന്ന് മുതൽ തുടങ്ങിയതാടാ വീട്ടിലെ നാശം ഒക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ശപിക്കുന്ന ചില മാതാപിതാക്കൾ. അനുഗ്രഹിക്കേണ്ട അധരങ്ങളാണ് നിങ്ങളുടേത്. ആ നാവ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് അറം പറ്റിയതുപോലെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇന്നലകളിൽ അനുഗ്രഹിക്കേണ്ട നാവ് കൊണ്ട് മക്കളെ ശപിച്ചിട്ടുണ്ട് എങ്കിൽ മാതാപിതാക്കൾ നിങ്ങൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പിന്നെ വചനം പറയുന്ന ഒരു കാര്യമാണ്, അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. ഒരു കാരണമില്ലാതെ പുറകെ നടന്ന് ആരെങ്കിലൊക്കെ ശപിച്ചെന്ന് നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പക്ഷെ ശപിക്കാൻ കാരണമുണ്ടായിരിക്കെ, പ്രഭാഷകൻ 4:5 പറയുന്നത്, നിന്നെ ശപിക്കാൻ ഇടവരുത്തരുത്, ശപിക്കാൻ കാരണമുണ്ടെങ്കിൽ കർത്താവ് അത് കൈക്കൊള്ളൂ എന്നാ പറയുന്നത്.
അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ ശപിച്ചാലുണ്ടല്ലോ, അത് ഇടുത്തി വീടുന്ന പോലെ കിടക്കും. ഒരു കാരണമുണ്ട്, മനസ്സ് നിറയാൻ, വേദനിക്കാൻ ഒരു കാരണമുണ്ടാക്കിയാൽ കർത്താവ് അത് കേൾക്കുന്ന പറയുന്നത്. പ്രഭാഷകൻ 4:5 പറയുന്നത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകരുത്, എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും. നിന്റെ അപ്പൻ മനം നൊന്താണ് നിന്നെ ശപിക്കുന്നെങ്കിൽ, നിന്റെ അമ്മ മനം നേറിയാണ് നിന്നെ ശപിക്കുന്നെങ്കിൽ, കർത്താവ് സ്വർഗസ്ഥനായ പിതാവ് അത് കൈക്കൊള്ളൂ എന്നാണ് വചനം പറയുന്നത്. ഉണ്ട് ഇവിടെ മനസ്സ് മുറിയാൻ നമ്മൾ ഇടവരുത്താതിരിക്കുക എന്നുള്ളതാണ് വചനം പറയുന്നത്. 9ാമത്തെ വചനം പറയാണ്, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ഫലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ഇനി 12ാമത്തെ വചനം, മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, പിന്നെയോ മരിക്കുന്നത് വരെ അവന്. അപ്പൊ വാർദ്ധക്യമാകുമ്പോ സഹായമല്ല, അവരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറ്റുമോ നോക്കുന്നു. പ്രായമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ വല്ല ഉപകാരം ഉണ്ടോ? ഈ വെറുതെ എല്ലാ മാസവും 1000-2000 രൂപയുടെ മരുന്നും മേടിച്ചു കൊടുത്ത് ഈ തന്തേനെ ഇവിടെ ഇരുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? വീട്ടില് ഉണ്ടോ? ഈ തള്ളേനെ നോക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? പിള്ളേര് ചോദിക്കുന്ന ഈ സാധനത്തിനൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് എന്നെ കിട്ടാനാന്ന്. മക്കളെ, ഇതുങ്ങളെ നോക്കിയിട്ട് ഞങ്ങൾക്ക് എന്നെ കിട്ടാനാന്ന് ചോദിക്കുന്നത്. ഒരു ഉപഭോഗ സംസ്കാരമാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം. നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഫൈൻ, നമ്മൾ ചെയ്യാം. നമുക്കൊരു ഉപകാരം ഇല്ലേ, നമ്മൾ കയ്യാനങ്ങല്ല എന്ന് പറയുന്ന പോലെ, സ്വന്തം അപ്പനും അമ്മയും കൊണ്ടും ഒരു ഉപകാരമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും ഭവനത്തിൽ പുല്ലിന്റെ വിലയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന വൃദ്ധസദനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാരണം അതാ, പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമ്മൾ കറിവേപ്പില എടുത്ത് കളയുന്ന പോലെ കറി ഉണ്ടാകുന്ന സമയത്ത് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് കളഞ്ഞാലും പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇവരുടെ ചോരയും ഇവരുടെ അധ്വാനവും ഇവരുടെ കഷ്ടപ്പാടും ഇവരുടെ കണ്ണുനീരൊക്കെയാണ് ഈ ഭവനത്തെ, ഈ കുടുംബത്തെ, ഈ തലമുറകളെ ഇതുവരെത്തിച്ചത്. അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് വിസ്മരിക്കപ്പെടും. ഉപകാരത്തിന് പകരം, വചനം പറയുന്നതാണ്, ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവന്റെ ഭവനത്തിൽ നിന്നും തിന്മ വിട്ടകലുകയില്ലെന്ന് പറയാം. എന്താ കുടുംബത്തിൽ നിന്നുണ്ടോ ഒരിക്കലും തിന്മ പോകുകയില്ലെന്ന് പറഞ്ഞാൽ, അതും സ്വന്തം മാതാപിതാക്കളെയൊക്കെ മനം നൊന്തും വേദനിപ്പിച്ചും മുറിപ്പെടുത്തിയൊക്കെ കടന്നു പോകുന്ന കുടുംബത്തിൽ നിന്നും, ആ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരിക്കലും തിന്മ വിട്ടകലില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കും, ഒരസ്വസ്ഥത തീരുമ്പോൾ മറ്റൊരു പ്രശ്നം, ഒരു രോഗം തീരുമ്പോൾ മറ്റൊരു, അങ്ങനെ നിരന്തരമായ അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കും. സ്വന്തം അപ്പനെ അമ്മയെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുടുംബങ്ങളിൽ ഞെരുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഞെരുക്കപ്പെട്ടവന്റെ വിലാപം സ്വർഗം കേൾക്കുന്നല്ലേ പറഞ്ഞേ. ആ കണ്ണുനീര് സ്വർഗത്തിനെതിരെ നിൽക്കുന്നു എന്നല്ലേ വചനം ഇപ്പൊ വായിച്ചേ. കർത്താവ് അത്രേ ഗൗരവമായിട്ട് എടുക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് 14ാമത്തെ വചനം പറയുന്നത്, പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല, പാപങ്ങളുടെ കണക്ക് വീട്ടുന്നതിന് അത് ഉപകരിക്കും, കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞവെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്, അമ്മയെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും എന്നാ വചനം. ആ വാക്യം പിൻ ചെയ്യുന്ന എന്നാന്നറിയാവോ? പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിനെതിരായ തിന്മയാണ്. ദൈവദൂഷണം ദൈവത്തിനെതിരായ പാപമാണ്. ഇതിന്റെ അർത്ഥവചനം പറയും, മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപം ഏൽക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പനെ അമ്മയെ വേദനിപ്പിക്കുന്നവൻ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു എന്ന ആ വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാതാപിതാക്കൾക്കെതിരെ അല്ല, ദൈവത്തിനെതിരെയുള്ള തെറ്റാണ്. സ്വന്തം അപ്പനെതിരെ അമ്മയ്ക്കെതിരെ. അവർക്ക് അറിവ് കുറവായിരിക്കും, അവർക്ക് വാർദ്ധക്യത്തിലായിരിക്കാം, അവർക്ക് വൈകാരിക പക്വതയില്ലായിരിക്കാം, അവർക്ക് നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം. എന്താണെങ്കിലും സ്വന്തം അപ്പനെയും അമ്മയും മരണം വരെ ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഇത് കൽപ്പനയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതല്ല, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ശ്രമത്തിൽ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 4ഉം 5ഉം കണ്ണുനീരുകൾ. പുറപ്പാടിന്റെ പുസ്തകം 22-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. പുറപ്പാട് 22, 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. വിധവകളുടെയും അനാഥരുടെയും വിദേശികളുടെയും അല്ലെങ്കിൽ പരദേശികളുടെയും കണ്ണുനീര് കർത്താവ് കാണുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. 21, പുറപ്പാട് 21. നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ. വിധവയെയോ അനാഥരെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. 5-ാമത്തത്,
കൂലി വേലക്കാരോട് കാണിക്കുന്ന അനീതി. നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 14-ാമത്തെ വചനം വായിക്കാം. അതോടൊപ്പം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വചനം കൂടി വായിക്കാം. അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന പരദേശിയാകട്ടെ നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. എന്ന് പറഞ്ഞാൽ വീട്ടുവേലയ്ക്കൊക്കെ ആൾക്കാരെ നിർത്താറുണ്ടല്ലോ അല്ലേ? അവിടെയൊക്കെ കൂലി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമെന്ന് പിടിച്ചു വെച്ച് കുറച്ചുകൂടിയൊക്കെ ലാഭം ഉണ്ടാകട്ടെ, പിന്നെ കൊടുക്കാം. അവന് അർഹതപ്പെട്ടതൊന്നും നമ്മൾ പിടിച്ചു വെക്കരുതെന്നാണ് വചനം പറയുന്നത്. അതൊന്ന് കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അവൻ ദരിദ്രനാണ്, അതിനായി കാത്തിരിക്കുന്നവനുമാണ്. ചിലപ്പോൾ അവൻ അന്നെന്നുള്ളത് കൊണ്ടായിരിക്കും അവൻ്റെ കുടുംബം കഴിയുന്നത്. ചിലപ്പോൾ അവൻ മാസം ലോൺ എടുത്തതിൻ്റെ അടച്ചു വീട്ടാനുണ്ടാവും. 25-ാം തീയതി ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കാം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ 26-ാം തീയതി കിട്ടുന്നതിൻ്റെ പകുതി കൊണ്ടുപോയി പലിശക്കാരനൊക്കെ കൊടുക്കുന്നതായിരിക്കും. 26-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇരട്ടി പലിശ കൊടുക്കണമായിരിക്കും. ചിലപ്പോൾ ആ ശമ്പളം മുഴുവൻ കൊടുത്താലും തിരികെ നമ്മൾ ഒരു ദിവസം കൂടി ചിലപ്പോൾ ബാങ്കിൽ കിടന്ന് അതിന് കിട്ടുന്ന വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യാക്കോബ് 5:4 കൂടി വായിച്ചേ. നിങ്ങളുടെ നിലങ്ങളിൽ നിന്നും വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. ഇവിടെ കണ്ണുനീര് കർത്താവ് കാണാതെ പോകില്ല എന്നാണ്. നമ്മൾ വേലയ്ക്ക് നിർത്തുന്നവരുടെ അവർക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും ഒക്കെ നമ്മൾ കൊടുക്കണം. അനീതി നമ്മൾ കാണിക്കരുത് എന്നാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്.